ഹലോ. ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ഇറക്ക വീഡിയോ എടുക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൂപ്പർ മാർക്കറ്റ് ഇപ്പം ഒരു ഒരു വർഷം, ഒരു 1.5 വർഷമാവും ഓപ്പൺ ചെയ്തിട്ട്. പിന്നെ അവിടെ വന്നിട്ട് ഒരു പുതിയ ഗോഡൗൺ കൂടെ പണിയുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ ഗോഡൗൺ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ കമ്പനി ശരിക്കയുടെ ഒരു തവള ശരിക്കും നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ നമുക്ക് നാട്ടിൽ മീറ്റർ ബോക്സ് വയ്ക്കുന്ന പോലെ ഇവിടെ പുറത്ത് തബ്ലോൺ എന്ന് പറയും. തബ്ലോൺ എന്ന് പറഞ്ഞാൽ അത്താത്തെന്ന് പറയും അറബിയിൽ. തബ്ലോൺ ബോക്സ് പോലത്തെ ഒരു സാധനം ഇവിടെ വയ്ക്കുന്നുണ്ട്. മീറ്റർ ബോക്സും മെയിൻ സ്വിച്ച് എല്ലാം കൂടെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ലിമിറ്റഡ് ഉണ്ട്, ഒരു 3-4 എണ്ണം ഈ വലിയ വലിയ കടയിലേക്ക് കൊടുക്കുന്നത്. ഇത്ര വാട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആംബിയർ എന്ന് പറഞ്ഞ് ഇത് കണക്കുണ്ട്. അപ്പോൾ ആ കട എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ 560 ആംബിയറിൻ്റെ തബ്ലോൺ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 200, അടുത്തൊരു 200, അടുത്തൊരു 160. അപ്പം ഈ ഗോഡൗൺ പുതിയതായിട്ട് എടുക്കുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, നമുക്ക് ഒരു പുതിയ ഗോഡൗൺ പണിയണം, അപ്പോൾ ഇനി എത്ര തബ്ലോൺ വേണം എന്ന് ചോദിച്ചിട്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇനിയും ഒരു മിയ ഹംസിൻ എന്ന് പറഞ്ഞാൽ ഒരു 150 ആംബിയറിൻ്റെ തബ്ലോൺ വേണം ഈ ഗോഡൗണിന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഈ ഗോഡൗണ് സൂപ്പർ മാർക്കറ്റൊക്കെ പണിയുന്ന സമയം നമ്മളിപ്പോഴും ഒരു 50-60 ആംബിയറിൻ്റെ ഇത് എക്സ്ട്രാ അധികം പറയണം. എന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്ത് വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരുപാട് സംഭവങ്ങൾ മാറ്റങ്ങളുണ്ടാകും. ആ സമയത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കൂടുതൽ AC, പിന്നെ കൂടുതലൊന്ന് ഈ തല്ലാജ ഫ്രിഡ്ജ്, അതൊക്കെ എക്സ്ട്രാ ഇവർ കയറ്റും. ആ ടൈമിൽ നമ്മൾ പറയുന്ന സമയം എക്സ്ട്രാ അധികം പറയണം. അങ്ങനെയാണ് ഇത് പറഞ്ഞത്. ആ സമയത്ത് ഈ പുള്ളിക്കാരൻ പുതിയ ഇതിൻ്റെ ലിസ്റ്റ് വന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ പുതിയ ഇതിൻ്റെ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ഇവിടുത്തെ 81,000 റിയാലാണ് എക്സ്ട്രാ കയറി വരുന്നത്. ഒരു തബ്ലോണ് 150 ആംബിയർ തബ്ലോണൊക്കെ 81,000 റിയാൽ. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, രാജേഷ് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര 1000 റിയാലാണ്, ഭയങ്കര ഇതാണ്. അത് സത്യമാണ്, ഇത് ഭയങ്കര നഷ്ടമാണ് അവർക്ക്. 81,000 റിയാലാകുമ്പോൾ നാട്ടിലെ ഒരു 18 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് വരെയാണ് ഒരു ഇത് നമ്മൾ വയ്ക്കുന്നത്. ആ സമയത്ത് നമ്മൾ പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ വച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ആംബിയർ എല്ലാം എല്ലാം ചെക്ക് ചെയ്ത് നോക്കി പഴയ തവളകളിൽ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ നോക്കിയപ്പോൾ ഏറ്റവും കുറച്ച് ഫ്രീ ഉണ്ടായിരുന്നു, ഒരു 100 ആംബിയറിൻ്റെ ഇത് ഫ്രീ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അന്ന് അത് എക്സ്ട്രാ ഞാൻ ചെയ്തതിന് എക്സ്ട്രാ അധികം വച്ചതുകൊണ്ട് ഇപ്പം ഇതിന് ഇവിടെ യൂസായി. അപ്പോൾ ഞാനത് പറഞ്ഞ ഒരു തവളോണിൽ നിന്ന് 2 DVക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഒരു 30 ആംബിയർ പാനലിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ 200 ആംബിയർ ഒരു ബസ് പെർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മെയിൻ കേബിൾ അതിൽ കൊണ്ട് കയറ്റിയിട്ട്, ഇപ്പം ഒരെണ്ണം ഓൾറെഡി ചാലുവാണല്ലോ, ഒരു DV. അപ്പോൾ 2 DVയുടെ കണക്ഷൻ നമ്മൾ ഈ ബസ് പെറിൻ്റെ അകത്ത് കയറ്റി നമുക്ക് ഒരെണ്ണം ഗോഡൗണിലേക്ക്, ഒരെണ്ണം തിരിച്ചിങ്ങോട്ട് എടുക്കാമെന്ന് പുള്ളിക്കാരൻ്റെ സംസാരിച്ച് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പുള്ളിക്കാരൻ ഒരുപാട് ലാഭമാണ് ഉണ്ടായത്. ഈ 81,000 റിയാലിൽ ചെയ്യേണ്ട സംഭവം വെറും 3,000 റിയാലിൻ്റെ അകത്ത്, പണിക്കൂലി അടക്കം 3,000 റിയാലിൻ്റെ അകത്ത് പുള്ളിക്കാരനത് കഴിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ നമുക്കും ഭയങ്കര സന്തോഷമാണ്. എന്ത് പറഞ്ഞാൽ നമ്മൾ ഒരു സമയം ചെയ്ത പണിയല്ലേ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ ആരടുത്ത് ഒരു പുതിയ പണി വന്നു കഴിഞ്ഞാൽ അവർ
ഈ സൗദികളുടെ ഒരു മൈൻഡ് ഇതാണ്. ഈ സ്ത്രാ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങൾ, കൂട്ടുകാരെ. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന പണിയിലൊക്കെ നല്ല ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പോയിരുന്ന് കൂടിയിരുന്ന് ഇങ്ങനെ പറയും, സംസാരിക്കും. ഇതേപോലെ തന്നെ ഒരു ആളുണ്ട്, ഭയങ്കര ഇതാണ്. നമുക്ക് അങ്ങനത്തെ ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഒന്നും ഫെയിലിയർ ആയിട്ടില്ല. ഇഷ്ടംപോലെ വർക്ക് നമുക്ക് ഇന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പണി ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണിത് ചേഞ്ച് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്, ആ 2 കണക്ഷൻ കൊടുക്കുന്നത്, അത് വീഡിയോ എടുത്ത് ഞങ്ങൾ ഇട്ട് കാണിച്ചു തരാം. പറഞ്ഞാൽ അത് ഇനി ഒരു ഇലക്ട്രീഷ്യനോ അത് കാണുന്ന ആൾക്കാർക്കോ ഇത് ഇലക്ട്രീഷ്യൻ പണി ചെയ്യുന്ന അവർക്കതൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ചെറിയൊരു ഐഡിയ, ഞങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു ചെറിയ ഐഡിയ. അത് നല്ലതാണെങ്കിൽ, ഉപകാരപ്പെടുവാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് ആ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ.